നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിന് മുഖ്യമന്ത്രി വേണ്ടേ കോൺഗ്രസെ? മൂന്നിലൊരാളെ തീരുമാനിക്കാൻ എന്താണ് ഇത്രയും വലിയ പ്രശ്നം? 8 ദിവസമായി സർക്കാരിനെ നയിക്കാൻ ആരെന്ന് പോലും തീരുമാനിക്കാതെ ജനവിധിയെ ഇനിയും പരിഹസിക്കരുത്. പിണറായി ഭരണം മടുത്ത ജനങ്ങൾ കൈവെള്ളയിൽ വെച്ച് തന്ന ഭരണാവസരം 3 നേതാക്കളുടെ പിടിവലിയിൽ പരിഹാസ്യമാകുമ്പോൾ അതിന് ചരിത്രം മാപ്പു നൽകില്ല. പരിചയസമ്പന്നരായ 3 കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്കായി പരസ്യമായ വടംവലി നടത്തുന്നത് രാഷ്ട്രീയ പക്വതയല്ല, ജനങ്ങൾക്ക് മുന്നിലെ ഒരു ഹാസ്യരംഗമാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ചത് ശക്തമായ ഒരു പകരം ഭരണമായിരുന്നു. കിട്ടുന്നത് കസേരയ്ക്കായുള്ള അനന്തമായ ചർച്ചകളും ഹൈക്കമാൻഡ് നാടകവും. ജനവിധി കിട്ടിയാൽ ഭരണം രൂപീകരിക്കുക ആദ്യ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവിടെ തീരുമാനമില്ല, ദിശയില്ല, വ്യക്തതയില്ല. സംസ്ഥാനത്തിന് നേതൃത്വം വേണമോ അതോ അധികാര പോരാട്ടത്തിന്റെ റിയാലിറ്റി ഷോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒടുവിൽ ഹൈക്കമാൻഡ് പോലും ലോ കമാൻഡ് റോളിലായി നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. നേതാക്കളെ നിയന്ത്രിക്കാനോ തീരുമാനം പ്രഖ്യാപിക്കാനോ കഴിയാത്ത അവസ്ഥ. കോൺഗ്രസിന്റെ ആന്തരിക പ്രതിസന്ധി എത്ര ഗുരുതരമാണെന്ന് തുറന്നു കാട്ടുന്നു. വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ ആരായാലും മതി, വീതിച്ചു നൽകിയാൽ അങ്ങനെ. ഇനിയും വൈകി ജനവിധിയെ പരിഹസിക്കരുത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജനവിധി വന്നത്. 8ാം ദിവസം. ഇന്നും മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് കൂടുതൽ മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വി.എം. സുധീരൻ തുടങ്ങിയ നേതാക്കൾ ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് തിരിക്കുന്നതിന് മുൻപ് കെ മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം നാളെയാണ് ഡൽഹിക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇല്ല, എന്നെ ദീപാദാസ് മുൻഷിയാണ് വിളിച്ച് നാളെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ കാണണമെന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് നാളെ 6 മണിയുടെ ഫ്ലൈറ്റിന് പോവാണ്. 9 മണിക്ക് എത്താം. 10 മണിയാകുമ്പോൾ ഓഫീസിൽ ചർച്ചയുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്രേ. ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഒരു വിശാലമായ ചർച്ചയിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ? എങ്ങനെ? അതായിരിക്കും. അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എന്റെ പ്രതീക്ഷ. എന്താണെന്ന് നാളെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അതിനെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു ഉത്തരവിനെയും ഞങ്ങൾ ലംഘിക്കില്ല. ഒരു സർപ്രൈസ് ആയിട്ടാണ് അറിഞ്ഞത്. ഇപ്പത്തിന് മെസ്സേജ് കിട്ടിയത്. അപ്പോൾ നാളെ പോകുന്നുണ്ട്. നാളെ 11 മണിക്കൊരു ഫ്ലൈറ്റ് പോകും. എന്തിനാണ് എത്താൻ അങ്ങനെ അവിടെ എത്തി കോൺഗ്രസ് ലീഡർഷിപ്പിനെ കാണാന്നുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കും. അങ്ങയുടെ താല്പര്യം എന്താണ്? ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ? ഞാൻ അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായിട്ട് വിശദീകരണം. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ വിജയമാണോ അതോ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് ആണോ? എന്താണ് അങ്ങനെ? അല്ല, ഇത് ടീം UDF എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവും മറ്റുള്ള നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ഉയർത്തിപ്പിടിക്കുന്നത്. ടീം UDFന്റെ വിജയം തന്നെയാണ്, യാതൊരു സംശയമില്ല. എത്രയും പെട്ടെന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ എത്രയും പെട്ടെന്ന് കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ കിട്ടട്ടെ. ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയും ആകാംക്ഷയും. ശ്രീ PM നിയാസ്, ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ സിബി സത്യൻ, ന്യൂസ് 18 കേരളം ന്യൂസ് എഡിറ്റർ കിരൺ ബാബു എന്നിവർ ചേരുകയാണ്. ശ്രീ PM നിയാസ്, ഇത് 8 ദിവസമായിട്ടും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമില്ല. എത്ര നാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും? നോക്കൂ മജുഷ്, ഇത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഒരു ചർച്ചയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. UDFും അതുപോലെ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്.
സ്വാഭാവികമായി അതിന് സമയമെടുക്കും. നമ്മൾ 102 സീറ്റ് നമ്മൾ പ്രതീക്ഷയിലപ്പുറമായ ഒരു സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം നിങ്ങൾ വിചാരിച്ച പോലെ ഇന്നലെയോ മെഞ്ഞാന്നോ തുടങ്ങിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കോഴിക്കോട് വെച്ച് 2 വർഷം മുമ്പ് നമ്മൾ നടത്തിയിരുന്ന ഒരു വലിയ മുന്നൊരുക്കമുണ്ട്. കോഴിക്കോട് വെച്ച് നടത്തിയത് ആ മുന്നൊരുക്കം ആണ് KPCC ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് KPCCയുടെ പ്രസിഡന്റ് സുധാകരനായിരുന്നു. അത് കഴിഞ്ഞ് 3 തവണ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് 3 തവണ നമ്മൾ ചിന്തന ശിബിരവും അതുപോലെ തന്നെ ലീഡേഴ്സ് മീറ്റും ആയി 3 തവണയായി നമ്മൾ നടത്തി. അത് നടത്തിയത് ഓരോന്നിനും തെരഞ്ഞെടുപ്പ്, നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2 വർഷം മുമ്പാണ് നമ്മൾ ആരംഭിച്ചത്. 1 വർഷം മുമ്പ് വീണ്ടും കൂടി. അതിനിടയിൽ നമ്മൾ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും KPCC തലത്തിൽ യോഗം കൂടി മുന്നോട്ട് പോവുകയും അതനുസരിച്ച് KPCC പ്ലാൻ ചെയ്ത പ്ലാൻ അനുസരിച്ച് UDFനെ ഒരുക്കുന്നതിനുള്ള തീരുമാനം നമ്മൾ പ്രതിപക്ഷ നേതാക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊരു കൂട്ടായ നമ്മുടെ ബഹുമാനരായ VM സുധീരൻ സാറ് പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിൽ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ നയിക്കുന്നത് KPCC പ്രസിഡന്റാണ്. നേരത്തെ സുധാകരനായിരുന്നു, ഇപ്പോൾ സണ്ണി ജോസഫാണ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ്. അപ്പോൾ അവരെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ AICC ഇതിനുവേണ്ടി പ്രത്യേകമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 6 മാസം മുമ്പ് തന്നെ AICC കേരളത്തിൽ വാർ റൂം ഉണ്ടാക്കി ആ വാർ റൂം നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും ഒരു 3-4 മാസക്കാലം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുവാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ KICCയും KPCCയും UDFും എല്ലാം കൂടി ഒന്നിച്ച് ഒരു വലിയ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ നമ്മുടെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം മുൻ KPCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചുമതല വെച്ചിട്ടുള്ളത്. ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ MM ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. MM ഹസൻ ഇന്ന് തന്നെ ഡൽഹിക്ക് പോവുകയാണ്. K. മുരളീധരൻ നാളെ പോകും. VM സുധീരനും നാളെ ഡൽഹിയിലെത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡൽഹിക്ക് പോവുകയാണ്. ശ്രീ PM നിയാസ്, ഇത്ര വിപുലമായ സംവിധാനം താങ്കൾ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ദീർഘവീക്ഷണത്തോടു കൂടിയ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്മേലുള്ള ഈ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വിജയത്തിന് കാരണമായി. പക്ഷേ അതിൻ്റെ ആ തിളക്കം കുറയ്ക്കുന്ന ഒന്നായി പോയി ഇപ്പോൾ ഈ നേതാക്കൾ തമ്മിലുള്ള ഈ തർക്കം. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇത്രയും വൈകുന്നു എന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ ബലഹീനത കൂടി അവിടെ പ്രകടമാവുകയാണ്. ഇത് വൈകുന്നു പറയാൻ പറ്റില്ല. 8 ദിവസത്തിലായുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കഴിഞ്ഞ തവണ 199 സീറ്റുമായി ജയിച്ച ഒരു പാർട്ടി LDF ആണ്. അവിടെ ഒരു മത്സരം ഒന്നുമില്ല. അവിടെ ഒറ്റ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ 2ാം പിണറായി സർക്കാരിന് വേണ്ടി തെരഞ്ഞെടുപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതും മന്ത്രിമാരെ തീരുമാനിച്ചതും? എന്തായിരുന്നു തടസ്സം? ഇതിനു മുമ്പ് VS അച്യുതാനന്ദൻ മത്സരിക്കുകയും അന്ന് നായനാർ വരികയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ എത്ര ദിവസം കഴിഞ്ഞാണ് മുന്നോട്ട് പോയത്? അതുപോലെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുവാൻ BJPക്ക് 2 മാസം വേണ്ടി വന്നില്ലേ? അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഒരുപാട് സമയങ്ങളും താമസമൊക്കെ എടുത്തു. സ്വാഭാവികമായും ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം തന്നെ നമ്മൾ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ AICC നിരീക്ഷകർ വന്ന് എല്ലാ 63 MLAമാരെയും കണ്ടു. അന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും MP മാരെയും അന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ നേതാക്കന്മാരെ എല്ലാം പ്രധാനപ്പെട്ട 4 നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. വിശദമായ ചർച്ച കഴിഞ്ഞു. അവിടെ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞ് വന്നില്ല. നമ്മൾ ജനാധിപത്യ പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കലില്ല. ഹൈക്കമാൻഡാണ് തീരുമാനമെങ്കിൽ എല്ലാവരും MLAമാർ പറഞ്ഞ ആളെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്താൽ അത് ഘടകകക്ഷികൾക്കും അതിന്മേൽ എതിർപ്പുണ്ടാകും. ജനങ്ങൾ പൊതുവെ IA എന്ന് വെക്കും. അതുകൊണ്ടുള്ള ഒരു തടസ്സമാണോ വന്നിരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 63 ആൾക്കാരെ വിളിച്ച് ഇവിടുന്ന് കൂടെ ഒരു വോട്ടെടുപ്പ് നിർത്തി പ്രഖ്യാപിച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ. നമ്മൾ ഘടകകക്ഷികളന്ന് കണ്ടല്ലോ. ആ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പറയുന്നതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഘടകകക്ഷികളുടെ തീരുമാനം. അത് വളരെ വ്യക്തമായി തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഞാൻ കേട്ടു. അവരുടെ ഒരു തീരുമാനം UDFിൻ്റെ തീരുമാനത്തിൽ UDFിൻ്റെ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഈ തീരുമാനം അംഗീകരിക്കുന്നതാണ് എല്ലാ ഘടകകക്ഷി നേതാക്കളും പറഞ്ഞത്. എന്നിരുന്നാലും എടുക്കുന്ന തീരുമാനം അവരെയും കൂടി ഒന്ന് നേരത്തെ മുൻകൂട്ടി അറിയിച്ച് അവരുടെ അഭിപ്രായം കൂടി സ്വരൂപിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അത് ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട്
മറ്റേ അതല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് അത് പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കുന്നു, കോടിയേരി ബാലകൃഷ്ണൻ അത് പ്രഖ്യാപിക്കുന്നു, കൈയടിച്ച് എല്ലാവരും പോകുന്നു. അത് ജനാധിപത്യമല്ലല്ലോ, അതൊരു സ്വേച്ഛാധിപത്യമാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും മാജുഷ്ണു അറിയാലോ, കെ കരുണാകരനുള്ളപ്പോൾ, വേക്കാരണി ഉള്ളപ്പോൾ, ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ, രമേശ് ചെന്നിത്തല ഉള്ളപ്പോൾ ഒന്നും തന്നെ നമ്മൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാറില്ല. അങ്ങനെ പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയെ നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന രീതി കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം നമ്മുടെ പ്രധാനപ്പെട്ട 2 പേര് മത്സരിച്ചു, 2 പേരല്ല, കെ മുരളീധരൻ മത്സരിച്ചിരുന്നു, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്നു, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മത്സരിച്ചിരുന്നു, അതുപോലെ ഒട്ടനവധി നേതാക്കന്മാർ, പ്രഗത്ഭരായ നേതാക്കന്മാർ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും തീരുമാനമെടുക്കുമെന്ന് ആലോചിച്ചു. പത്രമാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ ശരിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ മെജോറിറ്റി 60 മുതൽ ഏതാണ്ട് 50ഓളം വരുന്ന ആളുകൾ ഒരാളെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ചോയ്സാണ്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അത് നമുക്ക് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൽ കുറഞ്ഞ വോട്ട് കിട്ടിയ ആളുകളെ, അല്ലെങ്കിൽ കുറഞ്ഞ പിന്തുണയുള്ള ആളുകളെ കൂടി അവർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിന് ഭംഗി. ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തിനെയും ഒന്നിച്ച് ചേർത്ത് ഒരു തീരുമാനം എടുക്കുന്നതിലാണ് ജനാധിപത്യത്തിന് ഭംഗി. ഡൽഹിയിൽ ചർച്ചയൊന്നും നടന്നില്ലല്ലോ അല്ലേ? ഒറ്റ കാര്യം ഇതിനു മുമ്പ് മാജുഷെ ഒറ്റ കാര്യമാണ്, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അന്ന് ഉമ്മൻചാണ്ടിയും മത്സരിച്ചിരുന്നു, രമേശ് ചെന്നിത്തലയും മത്സരിച്ചിരുന്നു. പക്ഷെ നമുക്ക് തോറ്റു. പ്രതിപക്ഷ നേതാവിനെ നമ്മളെങ്ങനെ തിരഞ്ഞെടുത്തത്? അന്ന് നമ്മൾ ഇവിടെ നിരീക്ഷകർ വന്നപ്പോൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിയത് അന്ന് ഉമ്മൻചാണ്ടിയും രമേശിൻ്റെ പേരാണ് പറഞ്ഞത്. രമേശ് സ്വമേധയാ രമേശ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. പക്ഷെ ഒരു വോട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു എണ്ണം കൂടുതൽ വി ഡി സതീശന് ലഭിച്ചു. ആ സതീശന് ലഭിച്ചപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശനായി ഒരു ചേഞ്ച് വരട്ടെ എന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരാജയപ്പെട്ടപ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയല്ല ഹൈക്കമാൻഡ് താല്പര്യപ്രകാരം എന്നാണ്. അതെ അല്ല അങ്ങനെയാണ്, അങ്ങനെയല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏതായിരുന്നാലും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയായി മത്സരിച്ച ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ കിട്ടിയത്, പക്ഷേ സതീശനെയാണ് അല്ല ഞാൻ രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വോട്ടിന്റെ എണ്ണത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എനിക്കൊറ്റ കാര്യം പറയുള്ളൂ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം വന്നത് പ്രതിപക്ഷരായി വന്നത് രമേശ് ചെന്നിത്തലയാണ്. അതെങ്ങനെയാണ് വന്നത്? അന്നോ പാർട്ടി തീരുമാനമോ അല്ലെങ്കിൽ നിയമസഭയിലെ അംഗങ്ങളുടെ തീരുമാനമോ ആണ്? അത് ഞങ്ങളുടെ കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാണ് രമേശ് ചെന്നിത്തല വന്നിട്ടുള്ളത്. ആ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാണ് അവരൊക്കെ പോട്ടെ. കേരളത്തിൽ മുടിചൂടാൻ മനസ്സിലായിരുന്ന കെ കരുണാകരൻ കേരളത്തിൽ ഒരു ദിവസം മാറിയല്ലോ, ഉമ്മൻചാണ്ടി വന്നല്ലോ. എങ്ങനെയാണ് വന്നത്? അന്ന് നിയമസഭാ കക്ഷിയിൽ പ്രത്യേക സാഹചര്യം വരികയും നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ആളുകൾ അത് ഒരു ലീഡർഷിപ്പ് ചേഞ്ച് വേണമെന്ന് നേതൃത്വത്തിനോട് അറിയിക്കുകയും നേതൃത്വം അത് പരിശോധിക്കുകയും അതിന് സത്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കെ കരുണാകരനെ മാറ്റി ഉമ്മൻചാണ്ടിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാലങ്ങളായി നമ്മൾ എടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഇത് ഈ എക്സസൈസ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കിരൺ, ഇന്ന് ചർച്ചയൊന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ? ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് കിരൺ ഇപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് മനസ്സിലാക്കുന്നത്? ഈ മുതിർന്ന നേതാക്കളെ എന്തിനാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? VM സുധീരനൊക്കെ പോയി എന്ത് ചെയ്യാനാണ് അവിടെ? കേൾക്കുന്നില്ലല്ലോ കിരൺ? ആ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്ര വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഹൈക്കമാൻഡ് കുറെ കൂടി വേഗത്തിൽ തീരുമാനമെടുക്കാനൊക്കെ കഴിയുമായിരുന്നു. ഹൈക്കമാൻഡ് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണോ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അതും ആ ഘട്ടത്തിൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല. അവരുടെ ഒരു രീതി പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അതിന് രാജസ്ഥാന്റെ കാര്യത്തിലായാലും കർണാടകയുടെ കാര്യത്തിലായാലും മധ്യപ്രദേശിന്റെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് പതിയെ ചർച്ച നടത്തി പിന്നീട് പലരുമായി പലതരത്തിലുള്ള സമവായങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷമൊക്കെ തീരുമാനമെടുക്കാൻ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ കേരളത്തിലെ ഈ 3 നേതാക്കളെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് കഴിയുന്നില്ല എന്നുള്ളതും ഈ 3 നേതാക്കളും മുന്നോട്ട് വെച്ച വാദത്തിന് ചില മെറിറ്റ് ഉണ്ട്. അത് രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും KC വേണുഗോപാലായാലും 3 പേരും മുന്നോട്ട് വെച്ച വാദത്തിന് ചില മെറിറ്റുകളുണ്ട്. ആ മെറിറ്റിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ല. അവിടെ കൂടുതൽ അവരുമായി ചർച്ച നടത്തി അതിലൊരു ധാരണ എത്തുന്നില്ല. 3 പേരും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം വന്നാലും അതിനപ്പുറത്തേക്ക് അവർ തീരുമാനത്തിലേക്ക് പറയുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അംഗീകരിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ 3 പേരും അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ ഒരു ന്യായയുക്തമായ തീരുമാനം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്തു കൂടിയാണ് 3 പേരും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ന്യായയുക്തമായ ഒരു തീരുമാനത്തിന് വേണ്ടി പിന്നീട് അത് സോണിയാഗാന്ധിയുടെ പക്കലേക്ക് പോകുന്നു. സോണിയാഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം അവർ സ്ഥിരമായി സ്വീകരിക്കുന്ന നിലപാട് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്നാണ്, താൻ അതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാടാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടിയാൽ അവിടെ സോണിയാഗാന്ധി ആലോചന നടത്തിയ ഒരു അഭിപ്രായം പറയും. സാധാരണഗതിയിലാണെങ്കിൽ സോണിയാഗാന്ധി കേരളത്തിൽ AK ആന്റണി അടക്കമുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ ഉണ്ട് സോണിയാഗാന്ധിയുടെ വിശ്വസ്തരായ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യം വെച്ച് അഭിപ്രായം പറയില്ല എന്ന് സോണിയാഗാന്ധിക്ക് ഉറപ്പുള്ള ചില നേതാക്കളൊക്കെ ഉണ്ട്. അവരുമായി ചില ആശയവിനിമയം നടത്തി. പക്ഷെ ആ ഒരു ആശയവിനിമയത്തിലും ചിലപ്പോൾ ആ തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഈ നേതാക്കളൊക്കെ വിളിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധി AK ആന്റണിയുമായി സംസാരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ചില അഭിപ്രായങ്ങളൊക്കെ കിട്ടിക്കാണും. ചിലപ്പോൾ ആ സോണിയാഗാന്ധിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഒരു വിശാലമായ ചർച്ച നടത്തും, അവരുടെയൊക്കെ ഒരു കൺസെൻസസിൽ എത്തിയിട്ട് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. അവിടെയാണ് സാധാരണഗതിയിൽ ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുൻ PCC പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥി മന്ത്രി ചർച്ചയിലൊക്കെ അങ്ങനെ ചില അല്ലെങ്കിൽ KPCC അധ്യക്ഷനാരാവണം എന്ന കാര്യത്തിലൊക്കെ ഈ മുൻ PCC അധ്യക്ഷന്മാരുടെ അഭിപ്രായമൊക്കെ തേടിയിട്ടുണ്ട്. ഇത് മുൻ PCC അധ്യക്ഷന്മാരുടെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പ്രധാന തിരുവഞ്ചൂർ അങ്ങനെ ഒരു മുൻ PCC പ്രസിഡന്റ് എന്ന നിലയില്ല. തിരുവഞ്ചൂർ കേരളത്തിലെ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ്. അത് എത്രയോ കാലമായി അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവായി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഈ തരത്തിലേക്ക് തേടണം എന്ന് തീരുമാനിക്കുന്നത്. ഹസൻ ഗ്രൂപ്പിൽ നിന്നുണ്ടെങ്കിലും തിരുവഞ്ചൂരിനെ കൂടി അതിൽ ക്ഷണിക്കുന്നു. അപ്പോൾ ഇത്രയും പേരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരാളെ തെരഞ്ഞെടുത്താൽ മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതുകൂടിയുണ്ട്. മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണം, ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ആ തീരുമാനം ഞങ്ങളുടെയും പാർട്ടിയുടെയും ഭാവിക്ക് നല്ലതാണ് എന്ന തരത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ വിശാലമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എന്തായാലും ഒരു നിലപാടിൽ എത്തിച്ചേരും. സോണിയാഗാന്ധി സ്വാഭാവികമായും അത്തരമൊരു നിർദ്ദേശം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കേരളത്തിലെ നേതാക്കളെല്ലാം വിളിച്ച് അവരോട് ഒരാളെ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേയാൾ മാറി നിന്ന് കഴിഞ്ഞാൽ എന്താവും തർക്കം, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ സഹായത്തിന് എന്താവും. ഈ മുന്നണിയിലെ നേതാക്കളെ ഒന്നും ഇനി വിളിച്ച് ചർച്ച നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മുന്നണിയുടെ അഭിപ്രായം കേട്ടു, അത് തന്നെ ഏറ്റവും ആദ്യ തവണയാണ്. പക്ഷേ മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ ഇപ്പോൾ തന്നെ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടുണ്ട്. നീണ്ടുപോകുന്നതിനെ അവർ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ജനങ്ങൾ നൽകി വലിയ വിധിയുണ്ടല്ലോ, അതിനെ പരിഹസിക്കുന്ന രീതിയിലാണെന്ന് ലീഗ് നേതാക്കൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കിരണിലേക്ക് ശ്രീജിത്ത്, നിയാസ് ഇവിടെ അവകാശപ്പെട്ടത് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. സമയം വേണ്ടിവരും, ചർച്ചകൾ വേണ്ടിവരും, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും, അങ്ങനെ സമയമെടുത്ത് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ 8 ദിവസമായിട്ടും കൃത്യമായ മെജോറിറ്റി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി തർക്കം നീണ്ടുപോകുന്നത് അത് ഭൂഷണമല്ലല്ലോ. എന്തായാലും ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി, പരിഹാസങ്ങൾ നിറഞ്ഞു തുടങ്ങി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ. ശ്രീ നിയാസിൻ്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ ഇത് ശരിയല്ല, ഈ കാലതാമസം ശരിയല്ല എന്ന് തോന്നിയാലും പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് ശരിയല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഒരു അങ്കലാപ്പുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ വോട്ടർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ഒരു വോട്ടർക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ്. കാരണം തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെൻറ് ഫോം ചെയ്യുകയാണ് എങ്കിൽ അതിനൊരു നാഥൻ ഉണ്ടാകണം. അപ്പോൾ ആ നാഥൻ എന്ന് പറയുന്നതാണ് മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതിന് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആളാരാണ് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് ഒരു തീരുമാനവും നേരത്തെ ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പെട്ടെന്ന് ഭരണം ഏറ്റെടുക്കുന്നതിന് നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്ന മട്ടിലുള്ള ഒരു വിമർശനം അന്നത്തെ സർക്കാരിനെതിരെ ഉണ്ട്. അതുകൊണ്ട് 1 വർഷത്തോളം ഗവർണർ ജനറലായിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു തുടർന്നു എന്നുള്ളത് നമുക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 ഓഗസ്റ്റിലാണെങ്കിൽ അടുത്ത ജൂൺ മാസം വരെ മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന് സമാനമായിട്ട് ഇപ്പോൾ ഇവിടെ അധികാരം നഷ്ടപ്പെട്ടുവെങ്കിലും ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട്, കാവൽ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നില്ല കോൺഗ്രസ് ശ്രമിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു ലാക്ക് ഓഫ് പ്രിപ്പയർനെസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഈ ജനാധിപത്യ പ്രക്രിയയെപ്പറ്റി പറയുമ്പോൾ, ജനാധിപത്യപരമായിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കാലതാമസം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ തവണ പിണറായി വിജയന് ഭരണ തുടർച്ചയാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന കാര്യം ആ സമയത്ത് ഉറപ്പായിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് കുറച്ച് താമസം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു റൂമർ വാർത്തയായിട്ടൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. അദ്ദേഹം ഏതോ ജ്യോത്സ്യനെ കണ്ടു. അപ്പോൾ ജ്യോത്സ്യൻ അദ്ദേഹത്തിന് ഒരു നല്ല സമയം പറഞ്ഞു കൊടുത്തു. ആ സമയം പറഞ്ഞത് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന രീതിയിലത്തേക്ക് അന്ന് വാർത്തകൾ വന്നിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ
CPM-നെ സംബന്ധിച്ചിടത്തോളം ആരാണ് മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ നോക്കൂ, എത്ര സംസ്ഥാനങ്ങളാണ് ഒന്നിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയിരിക്കുന്നത്. ഒരേ ദിവസമാണ് ഫലം വന്നിരിക്കുന്നത്. ആ ഫലം വന്നിരിക്കുന്നതിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ മജോറിറ്റി ഉള്ള സ്ഥലത്തും മജോറിറ്റി ഇല്ലാത്ത സ്ഥലത്തും ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബംഗാളിൽ സുവേന്ദു അധികാരി വന്നു, ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ തുടരുകയാണ്, നമ്മുടെ തൊട്ടയൽവക്കത്ത് വിജയ് വന്നു, അവിടെയാണ് ഒരുപക്ഷെ സിംഗിൾ മെജോറിറ്റി ഉണ്ടാകാതിരുന്നത്. പുതുച്ചേരിയിലെ രംഗസ്വാമി തുടരുകയാണ്. അപ്പോൾ ഇതെല്ലാം വന്നതിന് ശേഷവും നമ്മുടെ നാട്ടിൽ മാത്രം ആരാണ് മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ മെജോറിറ്റി കിട്ടിയതിന് ശേഷവും ഒരു തീർപ്പിലേക്കും എത്തുന്നില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് കോൺഗ്രസിന് തോന്നുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് തിരുത്താനായിട്ട് കഴിയില്ല. ഇതിൻ്റെ ഒരു പ്രക്രിയ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം നിരീക്ഷകർ ഇവിടേക്ക് വരുന്നു, MLA-മാരെ ഒറ്റയ്ക്ക് കാണുന്നു, എന്നിട്ട് അവരുടെ അഭിപ്രായം നോക്കുന്നു. പിന്നീട് ഘടകകക്ഷികളോട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രി സാധ്യതാ ലിസ്റ്റിലുള്ള ആൾക്കാരോട് ഡൽഹിയിൽ വരാൻ പറയുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന ആൾക്കാർ പലതരത്തിലുള്ള നേതൃനിരയിലുള്ള ആൾക്കാരെ വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ച ആൾക്കാർ, ബൂത്തിൽ ഏജന്റുമാരായിട്ടിരുന്ന ആൾക്കാർ, ഇവരെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. ഏറ്റവും അവസാനം കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോടും ഡൽഹിയിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയും. ആ രീതിയിലത്തേക്കാണ് ഇവർ. എന്നിട്ട് ആ സമയത്ത് ഇവർ പറയും ഇത് ജനാധിപത്യ പ്രക്രിയയാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിലാരാണ്? അതിന് നിങ്ങൾക്ക് പല ഫാക്ടേഴ്സ് ഉണ്ടാകും. അതിൽ MLA-മാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം, സീനിയോറിറ്റി വിഷയമായിരിക്കാം, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചതാരാണ് എന്നുള്ളത് വിഷയമായിരിക്കാം, ഘടകകക്ഷികളുടെ താല്പര്യം അതിൽ പ്രധാനമായിരിക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് തീരുമാനം എടുക്കേണ്ടുന്ന ആൾക്കാർ ഒരു സിംഗിൾ പ്ലേസിലല്ലോ. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രശ്നം വന്നത് KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹമാണല്ലോ. ഇതിനിടയിൽ വന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്രയും നീളുവാനിടയാക്കിയത്. ഇപ്പോൾ ചെന്നിത്തലയും സതീശനുമായിരുന്നു കളത്തിലെങ്കിലും തർക്കമുണ്ടായേനെ. പക്ഷേ ഈ 3 പേർ ഈ കളത്തിലേക്ക് വന്നതോടുകൂടി കൂടുതൽ സങ്കീർണമായല്ലോ. തീർച്ചയായിട്ടും ഇത് ഇത്ര സങ്കീർണമായതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് KC വേണുഗോപാൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹമാണ് ഇതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹം അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരിനെ മൈനസ് ചെയ്തേക്കും, ഞാൻ ആ ചർച്ചയിലേക്കേ ഇല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞിരുന്നയാളാണ് അദ്ദേഹം. ഇപ്പോൾ എന്താണത് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനില്ലാത്തത്? അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മുന്നിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാഞ്ഞത്? ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിലുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൂടി ചേർന്ന ഹൈക്കമാൻഡ് ഒരു നിയമം ഉണ്ടാക്കുകയാണ്. ആ നിയമമാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന MP-മാരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട. അപ്പോൾ MP-മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആവണ്ട എങ്കിൽ പിന്നെ എങ്ങനെ അവർ മന്ത്രിയാകും, മുഖ്യമന്ത്രിയാകും? അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അതുകൊണ്ട് അന്ന് സ്ഥാനമോഹികളായിട്ടുണ്ടായിരുന്ന K. സുധാകരൻ, അല്ലെങ്കിൽ കോന്നിയിലുള്ള അടൂർ പ്രകാശ്, MK രാഘവൻ, ഒരുപക്ഷെ ഷാഫി പറമ്പിൽ, ഈ ആൾക്കാരെ മുഴുവൻ വെട്ടി. ഇവരെല്ലാവരും സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുന്നതിനോ ഇവരൊക്കെ തന്നെ പൊട്ടൻഷ്യൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകുന്നതിനോ ഇവരൊക്കെ മന്ത്രിമാരാകുന്നതിനോ ഉള്ള സാധ്യതയെ മുഴുവൻ ഇല്ലാതെയാക്കി. ഈ സീനിയർ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും ഈ നിയമത്തിനെ ഫ്ലെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറയുകയും പിന്നീട് അതിൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള ജനാധിപത്യ ബോധ്യമാണ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 2020 അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിൻ്റെ രാജ്യസഭ MP ആകുന്നു. 4 വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹം ആ പൊസിഷൻ വെക്കേറ്റ് ചെയ്തിട്ട് ലോക്സഭയിലേക്ക് പോകുന്ന സമയത്ത് ആ സീറ്റ് റീറ്റെയിൻ ചെയ്യാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് ഓർക്കണം. അന്ന് രവനീത് ബിട്ടുവാണ് ജയിച്ചത്. ബിട്ടു ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. അതിനുശേഷം 2 വർഷത്തേക്ക് അദ്ദേഹം ലോക്സഭയിൽ പോകുന്നു. ആ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് 2026 ആകുമ്പോഴത്തേക്ക് നിയമസഭയിലേക്ക് വരാനായിട്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? KC വേണുഗോപാലിന് എന്തും ചെയ്യുവാനുള്ള, തോന്നിയ പോലെ ചെയ്യുവാനുള്ള സാഹചര്യമല്ലല്ലോ. അതാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. 2020-ലും 2024-ലും 2026 വന്നപ്പോൾ വീണ്ടും അവിടെ ഇപ്പോൾ രമേശും സതീശനും ചേർന്നത് പറ്റില്ല എന്ന് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ തർക്കം നീളുകയും ചെയ്യുകയാണ്. അതാണ് ഇതിലെ പ്രശ്നം. അതായത് ഈ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ശ്രീ നിയാസ് അടക്കമുള്ള ആൾക്കാർ വിളിക്കുന്നത് കോൺഗ്രസിലെ ജനാധിപത്യം എന്നാണ്. മറ്റു പാർട്ടികളിൽ അതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ളത് ജനാധിപത്യമല്ല. സത്യത്തിൽ ജനാധിപത്യം ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിനെ, അതൊരു ഗവൺമെന്റ് ഫോം ചെയ്ത ട്രസ്റ്റിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനുള്ള അവസരമാണ് നിങ്ങൾ വൈകിച്ചുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ 2021 ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ MLA-മാർ പിന്തുണച്ച ആളെന്ന രീതിയിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് തുടരേണ്ടതാണ്. അത് മറ്റാരും പറയണ്ട. ശ്രീ നിയാസ് പറയുന്ന കണക്കിനേക്കാൾ കാലം സാക്ഷി എന്ന പുസ്തകത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്തുണച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് എന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കണക്കൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കണം. അപ്പോൾ എന്നിട്ട് ജനാധിപത്യമാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ആളായിരുന്നില്ല എന്നാകേണ്ടത്. അപ്പോൾ അന്ന് ആയില്ലല്ലോ, പകരം സതീശനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് KC ആകാൻ കഴിയുക? KCക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പിന്തുണയുണ്ട് എന്ന് കരുതിയിട്ട്
കെ സിയെ ആക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? 2021 പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നിയമം, 2026 മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നിയമം. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാക്ക് ഓഫ് പ്രിപ്പയർനെസ് ഉണ്ട്. അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഹൈക്കമാൻഡിലുള്ള ഒരു അംഗം തന്നെയാണ്. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്ത ചങ്ങാത്തമുള്ള ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡിലുള്ള മറ്റാൾക്കാരെയോ സ്വാധീനിച്ച് തനിക്ക് വേണ്ടിയിട്ട് ഈ നിയമങ്ങളെ മുഴുവൻ വീണ്ടും മാറ്റി എഴുതുന്നു എന്ന രീതിയാണ്. അതായത് ഈ ഗോൾ പോസ്റ്റ് മാറ്റുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന കളി നിയമം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ മാറ്റി എഴുതുന്നു എന്ന നറേറ്റീവാണ് വരുന്നത്. അതല്ല എങ്കിൽ, അദ്ദേഹത്തിന് ജെനുവിനായിട്ട് മുഖ്യമന്ത്രി താല്പര്യം ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഈ 47 MLA മാർ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? അദ്ദേഹം ഈ മത്സരത്തിൽ ഇല്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ അത് രമേശ് ചെന്നിത്തലയാകട്ടെ അല്ലെങ്കിൽ അത് വി ഡി സതീശനാകട്ടെ എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് കേസിൽ മുഖ്യമന്ത്രി മോഹം അവരെ അറിയിച്ചു കഴിഞ്ഞു, പാർട്ടിയിൽ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും MLA മാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ മഞ്ജുഷ, അതിന്റെ കാര്യം അദ്ദേഹം ഒരു നുണ പറഞ്ഞുകൊണ്ട്, അതായത് എനിക്കിതിൽ താല്പര്യമില്ല എന്ന് ഒരു നുണ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ നുണയെ വിഴുങ്ങിക്കൊണ്ട് അതുവഴി കിട്ടിയിരിക്കുന്ന അധികാരത്തിന്റെ മുകളിലേക്ക് അദ്ദേഹം എത്താനും ശ്രമിക്കുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന് അത് ഏറ്റവും മോശമായിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരു വില്ലൻ രീതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണോ ശ്രീ സിബി സത്യൻ തടസ്സമായിരിക്കുന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ? എങ്ങാനും കെ സി വേണുഗോപാലിനെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഘടകകക്ഷികൾ ഉൾപ്പെടെ എതിർപ്പറിയിക്കുമെന്ന രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടോ ഹൈക്കമാൻഡിന്? അതായിരിക്കുമോ ഇങ്ങനെ വൈകാൻ കാരണം? മഞ്ജുഷ, ഇതിനകത്ത് ഘടകകക്ഷികളുടെ അഭിപ്രായം ഒരു വലിയ സിഗ്നിഫിക്കന്റ് ഫാക്ടറായിട്ട് നിലവിലെ അവസ്ഥയിൽ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ കോൺഗ്രസിന് കിട്ടുന്ന ഒരു മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഈ മൃഗീയ ഭൂരിപക്ഷം 63 അംഗങ്ങളുണ്ട്. അതിന്റെ കൂടെ 3 സ്വതന്ത്ര അംഗങ്ങളുണ്ട്. 66 പിന്നീട് ഈ പറഞ്ഞ ഒറ്റ പാർട്ടികൾ മണി സി കാപ്പൻ, KK രമ, അനൂപ് ജേക്കബ്, പിന്നെ CP ജോൺ, ഇത്രയും പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായി. ഈവൻ RSPയോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ കൂടെ കൂട്ടാതെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് അതോടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഘടകകക്ഷികളുടെ അഭിപ്രായം തീർച്ചയായും ഒരു ജനാധിപത്യ രീതിയിൽ അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കുമെങ്കിലും അവരുടെ അഭിപ്രായം ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കില്ല ഇതിനകത്ത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കൃത്യമായ ഒരു പക്ഷം പിടിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ ആ പക്ഷം പിടിച്ചുള്ള പ്രവർത്തനം നടത്തുമ്പം ഹൈക്കമാൻഡ് അതിലും ആശങ്കകളുണ്ട്. കാരണം ഇപ്പൊ VD സതീശനെ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് വളരെ ഓപ്പൺ ആയിട്ട് ഒരു പിച്ചിങ് നടത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശന് ഭരണപരിചയം കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ഈ ഭരണം ഹൈജാക്ക് ചെയ്തേക്കുമോ എന്ന് പറയുന്ന ഒരു ഭയം ചിലപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ്സുകാർക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയം അവിടെ നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് വലുതായിട്ട് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് എനിക്ക് തൽക്കാലം തോന്നുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ലാർജർ കൺസെൻസസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അതായത് ഹൈക്കമാൻഡ് കൃത്യമായ തീരുമാനം ഉണ്ടാകണം ഇതിനകം തന്നെ. ആ ഹൈക്കമാൻഡിന് കൃത്യമായ തീരുമാനം ഇല്ലെങ്കിൽ KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിൽക്കുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഒരു രംഗമൊരുക്കില്ല. അപ്പൊ അങ്ങനെ രംഗം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് അനുഗ്രഹാശിസുകളുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമായി വന്ന സ്ഥിതിക്ക് ഹൈക്കമാൻഡ് അതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും പഠിക്കുകയാണ്. അപ്പം അതായത് ഇത് ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിച്ച ഒരു തീരുമാനമല്ല, മറിച്ച് വ്യാപകമായിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും കേട്ട് അതിനുശേഷം ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണ് എന്ന് പറഞ്ഞ ഒരു ജനകീയ അഭിപ്രായമായിട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാ ഉന്നത നേതാക്കളെയും വിളിച്ച് അവരുമായിട്ടെല്ലാം സംസാരിച്ച് അവരുടെ എല്ലാ അഭിപ്രായം ഉൾക്കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു തീരുമാനമായിട്ടാക്കാനുള്ള ശ്രമമാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറയുന്നത് അവര് ടൈം ബൈ ചെയ്യുകയാണ്. കാരണം നിലവിൽ തെരുവിൽ വരെ എത്തിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രശ്നം. അപ്പൊ അത് നീ ഫർദർ അഗ്രവേറ്റ് ചെയ്യാതിരിക്കാനും അതിനോടൊപ്പം തന്നെ ഈ നിലവിലുള്ള സംഭവഗതികളെ ഒന്ന് തണുപ്പിക്കാനുമായിട്ട് അപ്പൊ അതിന് ടൈം ബൈ ചെയ്യുകയാണ്. കുറെ അത്യാവശ്യം തണുപ്പിച്ച് ഒരു ലെവലാക്കിയ ശേഷം മാത്രം ഇതിനെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവര് പ്രധാനപ്പെട്ട റിസ്ക് ആയിട്ട് കാണുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ആലപ്പുഴ ലോക്സഭാ സീറ്റായിരിക്കും. കാരണം 2.5 വർഷം ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഈ 3 വർഷം ബാക്കിയുള്ള ഇപ്പൊ കോൺഗ്രസിൽ ഉയർന്നിരിക്കുന്ന ഒരു ജനകീയ രോഷത്തിന്റെയും ഘടകകക്ഷികളുടെ ഒരു നിസ്സഹകരണത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആലപ്പുഴ സീറ്റ് KC വിട്ടൊഴിഞ്ഞ് നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ സീറ്റ് റീറ്റെയിൻ ചെയ്യുക എന്നത് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. കാരണം ഒരു വലിയ പരിഹാസപാത്രമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറുകയും KC വേണുഗോപാലിന് പേഴ്സണലി അതൊരു വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം സ്വന്തം അധികാര മോഹത്തിന് വേണ്ടിയിട്ട് ഒരു ലോക്സഭാ സീറ്റ് വെറുതെ കളഞ്ഞു
എന്ന് പറയുന്ന ഒരു പഴി കേൾക്കേണ്ട അവസ്ഥയിലും വരും. അപ്പൊ ഈ ഒരു ഏരിയ ആയിരിക്കും എനിക്ക് തോന്നുന്നു നിലവില് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിശക്തമായി പരിശോധിക്കുന്ന ഒരു ഏരിയ. കാരണം ഒരു കാരണം 100 ലോക്സഭാ സീറ്റുകളാണ് അവർക്ക് സ്വതന്ത്രം കൂടെ ചേർന്ന പശ്ചാത്തലത്തിൽ അതിനകത്തുനിന്ന് ഒരു ലോക്സഭാ സീറ്റ് പോയി വീണ്ടും ആ രണ്ടക്കത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തരമാണ്, ആത്മഹത്യാപരമാണ്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സിറ്റിംഗ് സീറ്റ് ഒരു കാര്യവുമില്ലാതെ കൊണ്ട് കളഞ്ഞു എന്ന പഴി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആ ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ 4,50,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വോട്ടുകളാണ് കെ സി വേണുഗോപാലിന് കിട്ടിയത്. 3,43,000 വോട്ട് ആരിഫിന് കിട്ടി. ശോഭാ സുരേന്ദ്രന് 2,99,000 വോട്ട് ലഭിച്ചു. അതായത് 1,05,000 വോട്ടിന്റെ വ്യത്യാസമാണ് BJPയും ഈ പറഞ്ഞ കെ സി വേണുഗോപാലും തമ്മിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് ആ ഒരു തരംഗത്തിൽ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പിന്നെ രണ്ടാമത്തത് കെ സിയെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി നിന്നതിന്റെ മെച്ചം കൂടി ആ വോട്ടിങ്ങിലുണ്ടായി. അപ്പം നമ്മൾ അടുത്ത് കൊണ്ടു നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കെ സിയുടെ അത്രയും വ്യക്തിപ്രഭാവമില്ലെങ്കിൽ ആ വ്യക്തിപ്രഭാവത്തിന്റെ വോട്ട് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ആയി പോകും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പുകളുടെ നിസ്സഹകരണം മൂലവും മറ്റും വീണ്ടും പ്രശ്നം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അവിടുത്തെ ഒരു പരാജയം ഒരു വലിയ പ്രശ്നമാകും കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്ന് സമാനമായ ആവശ്യങ്ങളും സംഭവങ്ങളൊക്കെ ഉയരുകയും ചെയ്യും. പക്ഷെ അതേസമയം തന്നെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് തുടരുന്ന ശ്രീ കെ സി വേണുഗോപാലിന് മാന്യമായൊരു എക്സിറ്റ് കൊടുക്കാൻ ഹൈക്കമാൻഡിനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണിത്. കാരണം നിലവിൽ അദ്ദേഹത്തിന് എക്സിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെ കേരള മുഖ്യമന്ത്രിയായിട്ട് അയക്കുമ്പോൾ അതൊരു മാന്യമായ ഒരു വിടവാങ്ങലാണ്. അപ്പൊ അതിന്റെ സാധ്യത കൂടെ അവർ പരിഗണിക്കുന്നുണ്ടാവും. അതാണ് അവരുടെ മനസ്സിലെന്നാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ റിസ്ക് ഫാക്ടറൂടെ പരിഗണിച്ചാൽ ചിലപ്പം ഈ പറഞ്ഞതുപോലെ കെ സിയുടെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ് ചിലപ്പോൾ 2-2.5 വർഷം കൂടെ വൈകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ശരി സിബി, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം കെ സിയുടെ മുഖ്യമന്ത്രി മോഹമാണ്. ഞാനും അത് പറഞ്ഞായിരുന്നു. കെ സിയുടെ മുഖ്യമന്ത്രി മോഹമാണ് ഈ വിഷയം ഇത്ര സങ്കീർണമാക്കിയത്. അതിനുള്ള മറുപടി. നോക്കൂ, ശ്രീജിത്ത് പണിക്കർ ഏത് രീതിയിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെതായ റിസർവേഷൻ ഉണ്ട്, അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ്. കെ സി വേണുഗോപാലിനെ ശ്രീജിത്ത് പണിക്കറിനെ അറിയുമെന്ന് എനിക്ക് അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കെ സി വേണുഗോപാലിനെ കാണാൻ തുടങ്ങി 89 കാലഘട്ടത്തിൽ ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ കൂടിയാണ് കെ സി വേണുഗോപാലിനെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയിൽ ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മാത്രമാണ് ശ്രീ വി ഡി സതീഷ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് മുതൽ ഞങ്ങളുടെ ഇവർ രണ്ടുപേരെയും പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്ദാപുരത്തെ ക്യാമ്പിലെ പോലീസ് മർദ്ദനം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ പോലീസ് രാമനഗരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായ പോലീസ് അതിക്രമം, അതിലൊക്കെ അക്രമത്തിലൊക്കെ ധീരമായി പോരാടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകളെ അതിശക്തമായി അന്നത്തെ ഗവൺമെൻറ്റിനെതിരായി മുന്നോട്ട് കൊണ്ടുവരുവാൻ ശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി. നമുക്കെല്ലാവർക്കും അറിയാം, മഹാസാഗരവും അതുപോലെ തന്നെ കോഴിക്കോട് മാനന്തവാടിയിൽ നടന്ന പരിപാടികളുമൊക്കെ കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ യുവജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് MLA ആയി, വർഷങ്ങളായി ആലപ്പുഴയിൽ നിന്ന് MLA ആയി വന്ന് അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമായി, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയായി വിവിധ സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ചു. ഇപ്പോൾ 7 വർഷക്കാലമായി നമ്മുടെ സംഘടനാ ചുമതലയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം സംഘടനാ ചുമതലയായി ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 44 സീറ്റുകൾ മാത്രമുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി അന്ന് ഘടകകക്ഷികളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തമായ മുന്നണിയോ ഉണ്ടാവാത്ത സമയത്ത് അതിനെല്ലാം ശക്തമാക്കി എടുത്തുകൊണ്ടുവരുന്നതിന് വലിയ പ്രേരക ശക്തിയായി അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ കാസർഗോഡ് മുതൽ കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ യാത്ര, അതുപോലെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അങ്ങനെ 240 സീറ്റുകൾ ഇന്ത്യ രാജ്യത്ത് എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം കൂടി എന്തോ ഒരു മുഖ്യമന്ത്രി മോഹമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനാധിപത്യ പാർട്ടിയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് ആരാണ് മുഖ്യമന്ത്രിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ അവരവരുടെ മനസ്സിലുള്ള ഇതിനെല്ലാം കേരളത്തിലെ വികസന രംഗത്തെ കൊണ്ടുവരുവാൻ, കേരളത്തിലെ മുന്നണിയെ ശക്തമായി കൊണ്ടുവരുവാൻ, കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒക്കെ പറ്റിയ വ്യക്തിയായി കെ സി വേണുഗോപാലിനെ കണ്ടതുകൊണ്ടാണല്ലോ
ഈ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ 47 ഞാനല്ല പറയുന്നത്, താങ്കൾ പറഞ്ഞ 47 കണക്ക് എടുക്കുകയാണ്. 47 അല്ല കേക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇവിടെയും എൻ്റെ അറിവിൽ ഞാൻ കഴിഞ്ഞ 3-3.5 മാസക്കാലമായി ഈ വാർ റൂമുമായി ബന്ധപ്പെട്ട് എല്ലാ MLA-മാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും നിരന്തരം ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. AC അവരാണ് ആരോടെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അവരാണ് ഞങ്ങൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ന വ്യക്തിയാണ്, അത് KC വേണുഗോപാലാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് സുപ്രഭാതത്തിൽ ജനാധിപത്യ രീതിയിൽ കൂടെ കൂട്ടിയ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ, അങ്ങനെയാണല്ലോ താങ്കൾ ഇത്ര നിഷ്കളങ്കമായിട്ട് പറയുന്നത്. അത് ഇത്രയും MLA-മാരെ 46 അങ്ങനെയല്ലേ പറഞ്ഞോളൂ മാജുഷെ, എത്രയായാലും അത്രയും ആളുകൾ അവരാരും തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ അഭിമുഖീകരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരണമെങ്കിൽ അവർക്ക് അസ്തിത്വമുള്ളവരും രാഷ്ട്രീയമായി നിലപാടുള്ളവരുമാണല്ലോ. അങ്ങനെ നിലപാടുള്ള ആളുകൾ അങ്ങനെ പറയണമെങ്കിൽ അതിശക്തമായ നേതൃത്വം അദ്ദേഹത്തിനുണ്ട് എന്നാണല്ലോ. ഞാനൊരു കാര്യം നമ്മൾ തുറന്നു പറയാം, AICC-യുടെ ശക്തമായ നേതൃത്വം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ ഘടകമായിരുന്നു. ഞങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം കേരളത്തിൽ ഒരുപാട് ഇപ്പം തന്നെ ഇത്ര അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളുള്ള എല്ലാവരെയും ഒന്നിച്ചു നിന്ന് കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും അധികം എത്ര തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്. അന്ന് എത്ര റിബലുകളുണ്ടായിരുന്നു, എത്ര കോൺഗ്രസിൻ്റെ ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മറികടത്തി. ഇപ്പോൾ ആ ആളുകളെ എല്ലാം ഏറ്റെടുത്തുവാൻ വലിയ ലീഡർഷിപ്പ് AICC-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് ചെറിയ കാര്യമല്ല. AICC ഉണ്ടാക്കിയ നിയമത്തിൽ അതിന് മറുപടി അതിന് ഞാൻ മറുപടി അദ്ദേഹം മാത്രം പിൻവാതിലൂടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല. അങ്ങനെയല്ല സ്ക്രീനിങ് കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റിയിൽ തീരുമാനിച്ചത് ആ സ്ഥാനാർത്ഥികളായി ആ സമയത്ത് MP-മാരെ വേണ്ട എന്ന് തീരുമാനിച്ചു. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. അങ്ങനെ തീരുമാനിച്ചു, അവരെല്ലാം ഒഴിവാക്കി. ഇപ്പോഴതല്ല സാഹചര്യം. 63 പേരോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദമോ യാതൊരു തരത്തിലുള്ള ഭീഷണിയോ ഒന്നുമില്ലാതെ അവിടെ ഒറ്റയ്ക്ക് വന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം. അതിനെന്താ തെറ്റുള്ളത്? AK ആന്റണി കേരളത്തിൽ കഴക്കൂട്ടത്ത് വന്ന് മത്സരിച്ച ചരിത്രം നമുക്കറിയാലോ. AK ആന്റണി തിരൂരങ്ങാടി മത്സരിച്ച ചരിത്രം നമുക്കറിയാലോ. അതുപോലെ EK നായനാർ, നമുക്കെല്ലാവർക്കും പറയാം EK നായനാർ തലശ്ശേരിയിൽ വന്ന് മത്സരിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ മത്സരിച്ചല്ലോ. ഇതേ KC വേണുഗോപാൽ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. ഇതേ സുധാകരൻ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. അതുപോലെ നമ്മുടെ അടൂർ പ്രകാശ് MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. അതുപോലെ കെ മുരളീധരൻ MLA ആയിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അതിനിടയിൽ MLA ആകാത്ത ഒരു വ്യക്തി, MP ആയിരിക്കുന്ന ഒരു വ്യക്തി പിൻവാതിലൂടെ കടന്നു വരുന്നു. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പേര് കുറെ MLA-മാർ പറയുന്നു, അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുമല്ലോ. കാര്യങ്ങൾ KC-യുടെ മുഖ്യമന്ത്രി മോഹം അതാണ് ഇവിടെ പ്രതിഫലിച്ചത്, ഈ തർക്കത്തിന് കാരണമായത്. പതിവ് കാര്യമാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങളെ 96 പറഞ്ഞോളൂ. അങ്ങ് പൂർത്തിയാക്കും. ഞാൻ നോക്കൂ, ഒരൊറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ. 96 ഇതേപോലെ സുശീല ഗോപാലൻ, കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രോജ്വലയായ ഭരണരംഗത്ത് ഒരു വലിയ ശക്തിയായി നിൽക്കുന്ന സുശീല ഗോപാലിനുണ്ടായിരുന്നു. സുശീല ഗോപാലിനെ വെച്ചില്ല. അതുപോലെ മറ്റു പലരും ഉണ്ടായിരുന്നു. അവരെയൊന്നും വെക്കാതെ അന്ന് മത്സരരംഗത്തില്ലാത്ത ഒരു പാർട്ടി ഭാരവാഹി മാത്രമായിരുന്ന അല്ലെങ്കിൽ നേതൃത്വമായിരുന്ന നായനാരെ വെച്ചു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരാളെ നിലവിലുള്ള ഒരു MLA-യെ രാജിവെപ്പിച്ചാണ്. അപ്പൊ പാർട്ടിയും നമ്മുടെ MLA-മാരും വിചാരിച്ചാൽ തീരുമാനിക്കും. അതായത് സുശീല ഗോപാലിനെ എങ്ങനെയാണോ CPM അന്ന് വെട്ടി നായനാരെ കൊണ്ടുവന്നത്, അതുപോലെ സതീഷിനെയും രമേശിനെയും വെട്ടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്നു KC വേണുഗോപാലിനെ. അങ്ങനെ അതിലേക്ക് വരാമല്ലോ, അങ്ങനെയാണല്ലോ, അങ്ങനെ കൺക്ലൂഡ് ചെയ്യാമല്ലോ. ശ്രീത്ത്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അത് ശ്രീനിവാസ് ഇവിടെ ആദ്യം ചോദിച്ചത് എനിക്ക് KC-യെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയോ കുറിച്ച് അറിയാമോ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനാ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ
ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. അതിനെ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കെ സിയെ നന്നായിട്ട് അറിയാം, കെ സിക്ക് എന്നെയും നന്നായിട്ട് അറിയാം. എൻ്റെ ചർച്ചകളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം നേരിട്ട് വിളിച്ച് പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോടോ അദ്ദേഹത്തിന് എന്നോടോ ഒരു തരത്തിലുമുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവുമില്ല എന്ന് ശ്രീ നിയാസ് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, താങ്കൾ തന്നെ ഇപ്പോൾ സുശീല ഗോപാലിൻ്റെ ഉദാഹരണം കൊണ്ടുവന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുശീല ഗോപാലിനെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ മുമ്പ് KR ഗൗരിയെ ഒഴിവാക്കിയിട്ടോ മറ്റാരെങ്കിലും വന്നു എന്ന് പറയുന്നതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സമൂഹമല്ല കേരളത്തിൽ ഇപ്പോഴുമുള്ളത്. നമ്മൾ തെരുവിലിറങ്ങി ഇടതുപക്ഷത്തുള്ള ആൾക്കാരോട് തന്നെ ചോദിച്ചാൽ സുശീല ഗോപാലിനെ വെട്ടി വേറൊരാളെ കൊണ്ടുവന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന മറുപടി. പക്ഷെ പാർട്ടി അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പിന്നെ രണ്ടാമതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പുറത്തു നിന്നുള്ള ഒരാളെ നമ്മൾ എടുക്കേണ്ടതില്ല എന്നോ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ബ്ലാങ്കറ്റ് തീരുമാനം അന്ന് CPM-ന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇത്തവണ KCക്ക് എന്താണ് അയോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നതിൽ KCക്ക് ഒരു അയോഗ്യതയുണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ. അദ്ദേഹം മുമ്പ് കേന്ദ്രമന്ത്രി വരെ ആയിരുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതിന് ഒരു തരത്തിലുള്ള അയോഗ്യതയും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് അയോഗ്യതയുണ്ട്. ആ അയോഗ്യത നിർണ്ണയിക്കുന്നത് ഞാനല്ല, നമ്മൾ ആരുമല്ല, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് നിർണ്ണയിച്ചിരിക്കുന്ന അയോഗ്യത എന്താണ് എന്ന് വെച്ചാൽ നിലവിലെ MP-മാരൊന്നും തന്നെ ഇത്തവണ MLA-മാരായിട്ട് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് ഒരാളിന് വേണ്ടിയിട്ട് പോലും ഇളവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ താങ്കൾ ഇവിടെ KCയെക്കുറിച്ച് പറഞ്ഞതുപോലെ വേണമെങ്കിൽ എനിക്ക് K സുധാകരനെ പറ്റി താങ്കളോട് പറയാം. K സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം സഹനം നേരിട്ടിട്ടുള്ളയാളാണ്, എത്രത്തോളം ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് K സുധാകരൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കേരള സർക്കാരിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ താങ്കൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സഹനം, അദ്ദേഹം കണ്ണൂരിൽ കോൺഗ്രസിന് വേണ്ടി വഹിച്ചിട്ടുള്ള ത്യാഗം, നേതൃത്വം, ഇതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിനെ വെട്ടി, അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരുന്നത് ഈ ഒരൊറ്റ റൂളിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരേ ഒരു അയോഗ്യത MP-മാരായിരിക്കുന്ന ആൾക്കാർ ഇത്തവണ MLA-മാരാകേണ്ടതില്ല എന്നുള്ളതാണ്. കോന്നി ഇതേപോലെ തന്നെ അടൂർ പ്രകാശിന് കോന്നിയിലുള്ള സ്വാധീനത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. 3 സ്ഥാനാർത്ഥികളും എനിക്ക് തോന്നുന്നു 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ച ഒരു സ്ഥലത്ത് അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ മറ്റാരെങ്കിലും കൊണ്ടുപോകുമായിരുന്നു എന്ന കാര്യം പോലും ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം വഹിച്ചിരിക്കുന്ന ത്യാഗം, അദ്ദേഹത്തിൻ്റെ നേതൃപാഠം, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. വെട്ടിയത് എന്തുകൊണ്ടാണ്? യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ കൽപ്പിച്ചിരുന്ന അയോഗ്യത എന്ന് പറയുന്നത് MP ആയിരിക്കുന്നയാൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ്. കോഴിക്കോട് MK രാഘവൻ എങ്ങനെയാണ്, ഷാഫി പറമ്പിൽ എങ്ങനെയാണ്, പാർട്ടി പറയുന്ന സ്ഥലത്തെല്ലാം തന്നെ വന്നു നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതേ കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് ശ്രീ KC വേണുഗോപാലിനെ കൊണ്ട് നിർത്താത്തത് എന്താണ് എന്നുള്ളതാണ്. ആ അയോഗ്യത നിർണ്ണയിച്ചിരിക്കുന്നത് ശ്രീ KC വേണുഗോപാൽ കൂടി അംഗമായിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കപ്പ് മേടിക്കാനായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരിക്കുന്ന പടനയിച്ച് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആരവിടെ ഉള്ളപ്പോൾ എന്നാൽ കപ്പ് ഞാൻ അങ്ങ് മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കാം എന്ന് ഇതേ നിയമം ഹൈക്കമാൻഡിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആൾ തന്നെ തീരുമാനിച്ചാലോ? അതിന് നമ്മൾ പറയുന്ന അധികാര ദുർവിനിയോഗം എന്നാണ്. KC വേണുഗോപാൽ ഇത്രയും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് വളഞ്ഞ വഴിയിലോ കുറുക്കു വഴിയിലോ നൂലിൽ കെട്ടിയോ ഇറങ്ങി വരേണ്ടുന്ന ആളല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്റെ കൃത്യമായിട്ടുള്ള ബോധ്യമാണ്. അങ്ങനെ വന്നില്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അയോഗ്യത. കിരൺ, ഇപ്പോൾ ഹസനും അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. നാളെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ കിരൺ? നാളെ 4 നേതാക്കളുമായിട്ടെങ്കിലും സംസാരിക്കേണ്ടി വരും ഹൈക്കമാൻഡിന് അല്ലേ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് 4 പേർ വരുന്നുണ്ട് അങ്ങോട്ട്. മഞ്ജുഷ, നാളെ തന്നെ തീരുമാനമെടുക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ് കാണുന്നത്. 4 നേതാക്കളുമായിട്ട് മാത്രമല്ല, ഇവിടേക്ക് എത്താത്ത നേതാക്കളുമായും ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും. അവരുമായി ഫോണിലൊക്കെ ആശയവിനിമയം നടത്തും. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുമായി അവരുടെയൊക്കെ അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട്. ഇതിൽ ചില നേതാക്കൾക്കെങ്കിലും വ്യക്തമായ അഭിപ്രായം നമുക്കറിയാം. അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവരുടെ നിലപാട് ഇന്നതാണ് എന്നുള്ളത്. പക്ഷേ ഹൈക്കമാൻഡ് മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇവരെ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു പക്ഷം പറയാൻ വേണ്ടിയല്ല. ഇവർക്ക് കേരളത്തിലെ പൊതുസ്ഥിതി
സ്ഥിതി എന്താണ്, ഈ സ്ഥിതിയിൽ കോൺഗ്രസിനും UDF-നും ഗുണകരമായ തീരുമാനം എന്താണ്, അത്തരമൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് നിലവിൽ ഉണ്ടായിരുന്ന അവരുടെ പക്ഷത്തിന് അപ്പുറത്തേക്കുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അവർക്ക് നടത്തേണ്ടി വരും. അത്തരമൊരു കാര്യം അല്ലാതെ നിങ്ങൾ ആരെ അനുകൂലിക്കുന്നു എന്ന് നോക്കി കൂടുതൽ ഈ വരുന്നതിൽ കൂടുതൽ ആളുകൾ അനുകൂലിക്കുന്നത് ഇന്നയാളെയാണ്, അതുകൊണ്ട് ആ ആൾ തിരഞ്ഞെടുക്കാം, അങ്ങനെ ഒരു ഡിസ്കഷൻ അല്ല അവരുമായി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ ആളുകളും വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, ഓരോ ആളുകളും ഒരാളെ മാറ്റി നിർത്തിയാൽ എന്താവും അവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഈ മുൻ നേതാക്കളുമായി അവരെ എല്ലാവരും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി തർക്കങ്ങൾ, മന്ത്രി തർക്കങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം, ഇതിലൊക്കെ വലിയ തർക്കങ്ങൾ ഈ തവണ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തവണ അങ്ങനെ കാര്യമായ തർക്കങ്ങളൊന്നും ഉണ്ടായ ഒരു ഘട്ടമല്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ദീർഘകാല ചരിത്രത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇത്രത്തോളം തർക്കങ്ങൾ ഒഴിവാക്കി അല്ലെങ്കിൽ പുറമേക്ക് ഈ തർക്കങ്ങളൊന്നും കൊണ്ടുവരാതെ ഐക്യത്തോടു കൂടി കൊണ്ടുപോയ റിബലുകൾ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്നാണ് റിബലുകൾ അപ്പുറത്തേക്ക് പോയി ഇടതുമുന്നണിയിൽ മത്സരിക്കുന്നത്. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ഇടതുമുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് CPM-ൽ നിന്നുള്ള നേതാക്കളെ കോൺഗ്രസിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഈ മുന്നണിക്കൊപ്പം നിർത്തി മത്സരിപ്പിക്കാനൊക്കെ കഴിഞ്ഞ അത്തരത്തിലേക്ക് ഒരു വലിയ ഐക്യത്തിന്റെ ഒരു അന്തരീക്ഷമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അത് കേരളത്തിൽ അങ്ങനെ പതിവുള്ള ഒരു ഐക്യത്തിന്റെ അന്തരീക്ഷമല്ല, അതുണ്ടായി എന്നുള്ളതാണ്. അതിന് ആരൊക്കെയാണ് ക്രെഡിറ്റ്? ആ ക്രെഡിറ്റ് ഒരേപോലെ അവകാശപ്പെടുന്ന ആളുകളാണ് KC വേണുഗോപാലും VD സതീശൻ. രണ്ടുപേരും ഈ ക്രെഡിറ്റ് കൃത്യമായി തന്നെ അവകാശപ്പെടുന്നുണ്ട്. രണ്ടുപേരുടെ ഇടപെടലുകൾ ഇതിൽ നിർണായകമാണ് എന്ന് ഇരുവരും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഈ മുതിർന്ന നേതാക്കളോട് എണ്ണം നോക്കിയല്ല, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം മാനിച്ച് ആര് മുഖ്യമന്ത്രി ആയാലാണ് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ആരെയാണ് നേതാക്കളെ രമേശ് ചെന്നിത്തലയും VD സതീശനെയും വീണ്ടും ഡൽഹിക്ക് വിളിപ്പിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലോ. KC ഡൽഹിയിലുണ്ട്. അപ്പോൾ മൂന്ന് നേതാക്കളുമായിട്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരില്ലേ? സാധാരണ അങ്ങനെ വരാറുണ്ട്, രണ്ടാം ഘട്ട ചർച്ചയൊക്കെ നടക്കാറുണ്ട്. മഞ്ജുഷ, അങ്ങനെ രണ്ടാം ഘട്ട ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ചർച്ച, ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ഇവർ ആലോചിച്ചിരുന്നല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് സോണിയാഗാന്ധിയുടെ പക്കലേക്ക് ഈ വിഷയം പോകുന്നു. സോണിയാഗാന്ധിയുടെ പക്കലേക്ക് പോകുമ്പോൾ സോണിയാഗാന്ധിയുടെ നിർദ്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നേതാക്കളെയൊക്കെ കുറെ കൂടി വിശാലമായ ഒരു ചർച്ചയും സമായവും ഒക്കെ ആവശ്യമാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം അടിച്ചേൽപ്പിച്ചു എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് KC വേണുഗോപാലിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരുന്നു. ആലപ്പുഴയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് MLA രാജിവെപ്പിച്ച് അവിടെ മത്സരിക്കണം. മറ്റ് ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. VD സതീശനെ പോലൊരു നേതാവ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ 5 വർഷം പ്രതിപക്ഷത്തെ അഗ്രസീവായി നിന്ന് പിണറായി വിജയനെ പോലൊരു നേതാവ് അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിനെ അഗ്രസീവായി നിന്ന് നയിച്ച ഒരാളാണ്. ഈ രണ്ടുപേരും അവസാനം ഒരു ഘട്ടം വന്നപ്പോൾ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിന്ന ആളാണ്. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടുകളിലേക്കൊന്നും പോയില്ല. ഇതെല്ലാം ഈ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പ്രധാനമാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുവികാരം മാനിക്കണം, കോൺഗ്രസിന്റെ ഭാവി മാനിക്കണം. ഒപ്പം ഹൈക്കമാൻഡിനെയും പാർട്ടിയെയും കൂറോടുകൂടി ആരാണ് നിൽക്കുന്നത്? ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഭൂരിപക്ഷ പിന്തുണയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഹൈക്കമാൻഡ് മറിച്ചൊരു നിലപാടിലേക്കും. അതുകൊണ്ടാണ് ഇത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഈ ഫ്ലെക്സ് ഉയർത്തുകയും കേരളത്തിൽ അവിടെ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് അഗ്രസീവായി. ഇവർക്കറിയാം ഇതെല്ലാം ചെയ്ത ആളുകളടക്കം സ്വിച്ചിട്ട പോലെ നിന്നത്. സമ്മേളനം കഴിഞ്ഞ് അവിടുത്തെ യോഗം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് കേരളത്തിൽ ഫ്ലെക്സുകൾ അഴിയാൻ തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഉയർന്നിരുന്ന മുഴുവൻ ഫ്ലെക്സുകളും അഴിച്ചു മാറ്റാൻ കഴിയണമെങ്കിൽ ഇവർ തന്നെ ഇവരുടെ മൗന സമ്മതത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇവർ നേരിട്ട് നിർദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ശില്പത്തുകൾ വഴി നിർദ്ദേശിച്ചിട്ടോ ആണ് ഈ ഫ്ലെക്സുകൾ ഉയർന്നതും പ്രകടനങ്ങൾ ഉണ്ടായതുമെല്ലാം. അപ്പോൾ അതെല്ലാം മാറ്റാൻ ഇവർ തയ്യാറായി. ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാണ്. ഇതുവരെയുള്ള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഹൈക്കമാൻഡുമായി വെല്ലുവിളിച്ച കേരളത്തിന്റെ തന്നെ കരുണാകരൻ ഒരു കാലത്ത് കരുണാകരൻ പറയുന്നതായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. ഇന്ദിരാഗാന്ധിയുടെ അടക്കം കാലത്ത് ആ കരുണാകരനെ പാർട്ടി നിഷ്കരണം തള്ളിക്കളഞ്ഞാണ്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ കരുണാകരനെ അടക്കം തള്ളിക്കളഞ്ഞ രീതിയാണുള്ളത്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കാര്യമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന്. അപ്പോൾ ഹൈക്കമാൻഡിനെ ലോ കമാൻഡ് എന്ന് പരിഹസിക്കുന്നതിൽ കാര്യമില്ല അല്ലേ? ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും എന്ന രീതിയിൽ തന്നെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അല്ലേ? ആരുടെ സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന്. അപ്പോൾ ഇവിടെ താരതമ്യേന ഈ അത്ര സമ്മർദ്ദം ചെലുത്താതെ ഇരിക്കുന്നയാൾ രമേശ് ചെന്നിത്തലയാണ്. അവസാനം രമേശിന് തന്നെ നറുക്ക് വീഴുമോ? അതാണ്, ഇതൊരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം നമ്മളിപ്പം മൊത്തം ഈ രംഗം നോക്കുമ്പോൾ രണ്ടുപേര് വളരെ അഗ്രസീവായിട്ട് പരസ്പരം വെട്ടി നിരത്താൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ VD സതീശനും ഒരു സൈഡിൽ ശ്രീ KC വേണുഗോപാലും. അപ്പൊ ഇവർ രണ്ടുപേരും, അതായത് VD സതീശന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഞാൻ 5 വർഷം പ്രതിപക്ഷത്തിരുന്നു, എന്റെ സ്വാഭാവികമായ അവകാശമാണ് മുഖ്യമന്ത്രി കസേര, അതിലേക്ക് പുറത്തുനിന്ന് ഒരാളെ അനുവദിക്കുന്ന പ്രശ്നമില്ല. KC വേണുഗോപാൽ പറയുന്നത് ഞാൻ മുതിർന്ന നേതാവാണ്, ഞാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത്, ഇതിനകത്തുള്ള എല്ലാ വിഭവശേഷിയും കണ്ടെത്തിയത് ഞാനാണ്, ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ റബ്ബറുകളില്ലാതെ ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തിയത് ഞാനാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്റെ അവകാശമാണ്.
രമേശ് ചെന്നിത്തല പറയുന്നു ഇവർ രണ്ടുപേരും വളരെ അഗ്രസീവാണ്. ഒരാൾ സോഷ്യൽ മീഡിയ വഴി പ്രശ്നം ഉണ്ടാക്കുന്നു, തെരുവുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റേയാളും ഈ പറഞ്ഞതുപോലെ ഫ്ലെക്സ് അടിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നു. ചുരുക്കത്തിൽ രണ്ടുപേരും വളരെ കലുഷിതമായിട്ട് നിൽക്കുകയാണ്. പരസ്പരം എന്ത് വില കൊടുത്തും വെട്ടിക്കളയും എന്ന ഭാവത്തിൽ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഒരാൾ ഉപയോഗിച്ചതുപോലെ നല്ല സമരിയക്കാരനായ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. അദ്ദേഹം സീനിയർ നേതാവാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു പരിപാടിക്കും അദ്ദേഹം മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇറക്കി വിട്ടപ്പോഴും അദ്ദേഹം വളരെ അന്തസ്സായിട്ട് ആ തീരുമാനം ഉൾക്കൊണ്ടുപോയതാണ്. പ്രവർത്തക സമിതിയിലേക്ക് തന്നെക്കാൾ സീനിയറായ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ക്ഷണിക്കപ്പെടുന്ന അംഗമാക്കി മാറ്റിയപ്പോഴും അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ചെറിയ രീതിയിൽ മാത്രം മൈൽഡായിട്ട് പ്രതിഷേധം അറിയിച്ച് മാറിയ ഒരാളാണ്. അപ്പൊ ചുരുക്കത്തിൽ ഹൈക്കമാൻഡിന്റെ മുഴുവൻ ആജ്ഞകളും ശിരസാ വഹിച്ചുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളിലും വളരെ മാന്യമായിട്ട് ഹൈക്കമാൻഡിന് വിധേയനായി നിൽക്കുകയും എന്നാൽ അതേസമയം തന്നെ തന്റെ പൊസിഷൻ, തന്റെ ആ ഒരു രാഷ്ട്രീയ മാന്യത കൈവിടാതിരിക്കുകയും ചെയ്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പൊ ഇവിടെ ഈ ഫൈറ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മധ്യസ്ഥ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ശ്രീ നിയാസ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നു ഇത് എന്താ പറയുന്നത്, MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു നിയമമാണ്. അതിനുശേഷം ഇപ്പൊ സിറ്റുവേഷൻ മാറിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു വിസിലടിച്ചു, ആ കളി തീർന്നു. അതിനുശേഷം വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ അടുത്ത കളി തുടങ്ങി, അതിന് പുതിയ നിയമങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ആലപ്പുഴയിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസ്ക്, ലോക്സഭയിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസ്ക് നിലവിലെ സാഹചര്യത്തിൽ എത്രമാത്രം ഭയങ്കരമാണ്. ഈ സാഹചര്യത്തിൽ ഇതുപോലെ റിസ്ക് എടുക്കാൻ ഹൈക്കമാൻഡും KC വേണുഗോപാലും അടക്കമുള്ളവർ തയ്യാറാകുമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ സിബി, പറഞ്ഞോളൂ. അപ്പം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ റിസ്ക്, ആലപ്പുഴയിലെ റിസ്ക് ഏറ്റെടുക്കാൻ എത്രമാത്രം ഹൈക്കമാൻഡും KC വേണുഗോപാലും തയ്യാറാണ്. കാരണം അവിടെ ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാനക്കേട് അത്യപാരമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് പരമാവധി ഈ കൺസെൻസസിന്റെ അവസാനം എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എന്തായാലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ KC അനുവദിക്കില്ല. കാരണം അത് KCയുടെ രാഷ്ട്രീയ ആത്മഹത്യയാണ്. കാരണം തന്നെ ഇത്രയും വലിയ വില്ലനാക്കി മാറ്റിയ ഈ വിമത പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നടത്തിയത് VD സതീശന്റെ നേതൃത്വത്തിലാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ KC ഒരു കാരണവശാലും VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര അവരോധിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. പിന്നെ രണ്ടാമത്തെ കേസ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത് വലിയ റിസ്ക് ആണ്. ആലപ്പുഴയിലെ ഉപതെരഞ്ഞെടുപ്പ്, ഒപ്പം ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. നിലവിലെ സാഹചര്യത്തിൽ അത് ഏതെങ്കിലും രീതിയിൽ കൈവിട്ടു പോയാൽ മൊത്തം നാണക്കേടാകും, മൊത്തം നാറും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? KC വേണുഗോപാൽ പക്ഷെ ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കേണ്ടിയും വരും. അത് സാരമില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോകുമെന്നാണോ താങ്കൾ കരുതുന്നത്? അത് ഏറ്റെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കഴിയും എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ MLA-മാർ പറഞ്ഞയാളെ KCയെ മുഖ്യമന്ത്രിയാക്കും. കോൺഗ്രസ് എന്നും നമ്മൾ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒന്നും രണ്ടുമല്ല, ഞങ്ങൾ കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 പേരെയാണ് ഞങ്ങൾ അസംബ്ലിയിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിച്ചത്. തിരിച്ച് അവരെ എല്ലാം നമ്മൾ ജയിപ്പിച്ച പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്ത പാരമ്പര്യമുണ്ട്. ഇതൊക്കെ ഒരു തരം ഇതൊരു നരേറ്റീവാണ്. നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതൊക്കെ ഇതൊരു കൃത്രിമമായ ഒരു നരേറ്റീവ് ഉണ്ടാക്കി ആ നരേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യാൻ മടിയില്ലാത്ത ആ ആള് എന്നൊക്കെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അങ്ങ് വ്യക്തിഹത്യ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിലും അക്കൗണ്ടുകൾ ഒരു മിനിറ്റ് സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അതിൽ 11,000 എണ്ണം വ്യാജമാണ്. വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ആ പ്രചരണം നടത്തുന്നത്. എന്തിനാണ് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നത്? യഥാർത്ഥത്തിൽ നാച്ചുറൽ ചോയ്സ് ആണെങ്കിൽ നാച്ചുറലായ ആൾക്കാർ വന്ന് പറയണ്ടേ? എന്തിനാണ് നാച്ചുറലായി പറയുന്നതിന് പകരം പേരില്ലാത്ത, ആളില്ലാത്ത, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അപ്പൊ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് ചില ദുഷ്ടശക്തികളാണ്. ഇപ്പൊ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അല്ല, ഒരു VD സതീശൻ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ KC വേണുഗോപാലിന്റെ പോസ്റ്റ് വെച്ചത് CPM നമ്മൾ കണ്ടെത്തിയില്ലേ? അപ്പൊ CPM-ഉം BJP-ക്കാരും ഇത് കോൺഗ്രസിൽ ആഭ്യന്തര കലപം ഉണ്ടാക്കുന്നത് പറയുന്നതിന്റെ ഒരു നെക്സസ് എവിടെയുണ്ട്? ആ നെക്സസാണ് ഇന്നലെ വടാനപ്പള്ളിയിൽ കണ്ടെത്തിയത്. ആ നെക്സസിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇപ്പൊ ഞങ്ങളെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി സ്വന്തം മൂക്കിന് താഴെ ഡൽഹിയിൽ 60 ദിവസം കണ്ടിട്ടും പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അമിത്ഷാക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 60 ദിവസം
കഴിഞ്ഞിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്ത പ്രധാനമന്ത്രിയാണ് 8 ദിവസം കഴിയാൻ ഞങ്ങൾ 2 കാലിലും മന്തുള്ള ഒരാൾ ഒറ്റക്കാലം മന്ദനെ മന്ദ എന്ന് വിളിക്കുന്നത് പോലെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ശ്രീജിത്തിനോടും അതുപോലെ CP സത്യനോടും കിരൺ ബാബുവിനും ഒക്കെ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി, ഞങ്ങൾ ജനാധിപത്യപരമായി ഞങ്ങൾ യുക്തമായ തീരുമാനമെടുക്കും. ആര് എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ രമേശ് ചെന്നിത്തല തീരുമാനിച്ചതും ഉമ്മൻചാണ്ടി തീരുമാനിച്ചതും പണ്ട് കെ കരുണാകരൻ തീരുമാനിച്ചതും ഇപ്പോൾ കഴിഞ്ഞ തവണ VD സതീഷ് തീരുമാനിച്ചതും ഹൈക്കമാൻഡാണ്. അതേപോലെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും ഒക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്താ, ഞങ്ങൾക്കില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് എന്താ? അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം എന്ന്. 102 പേരെയും അല്ല 102 പേരെയും തെരഞ്ഞെടുത്ത് ജനമാണ് മാജുഷെ, അത് വേറെ ആരുമല്ല. മാജുഷ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഒരു ലീഗ് നേതാവ് ചോദിക്കുന്നത് കേട്ടു, ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ കരണത്തടിക്കുന്നു. ജനങ്ങൾ മാൻഡേറ്റ് മുസ്ലിം ലീഗ് അങ്ങനെ നിങ്ങൾ പറയല്ല. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു, പത്രമാധ്യമങ്ങളോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ കൃത്യമാണ്. ആ കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ് അവർ പറയുന്നത്. ഒരു കാലത്തും ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ CLP ലീഡറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അഭിപ്രായം കർക്കശമായി പറയാറില്ല. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. ആ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയും വലിയ മനസ്സും അവരെല്ലാം കാണിച്ചിട്ടുണ്ട്. ശരി, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം അവർ തീരുമാനിക്കട്ടെ, യുക്തമായ നിലപാടെടുക്കട്ടെ. ഈ വ്യാജ പ്രൊഫൈലിലും നരേറ്റീവിലും ഒക്കെ വീണുപോയെങ്കിൽ അത് ഞങ്ങൾ ഉത്തരവാദിയല്ല. തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടനെ ഇവരെല്ലാവരും കൂടെ പഞ്ഞിക്കിടുന്നത് നമ്മൾ കണ്ടതാണ്. അത് ലീഗല്ല തീരുമാനിക്കേണ്ടത്, പിന്നെ കോൺഗ്രസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ശരിയായ അഭിപ്രായം പറഞ്ഞ മാത്യു കുഴൽനാടന് കോൺഗ്രസിൽ നിന്ന് പോലും കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഇവിടെയൊക്കെയാണ് ഇവർ ഈ പറയുന്ന BJPക്കും CPM-നും ഒക്കെ തന്നെ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി കൊടുക്കുന്നത്. സത്യത്തിൽ ആ സമയത്ത് ഇവരെല്ലാം പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ CLP നേതാവ് ആരാണ്, അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള ആഭ്യന്തര വിഷയമാണ്. ലീഗ് അതിൽ അഭിപ്രായം പറയണ്ട. അപ്പൊ ലീഗ് അതിൽ അഭിപ്രായം പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞ എന്താ, അത് മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ കുറിച്ച് ലീഗിന് അഭിപ്രായം പറയാം. ചേട്ടാ അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരാണ് ആരാണെന്നും പറയാം. ഇപ്പൊ ഇതിനേക്കാൾ വലിയ അടി നടക്കാൻ പോകുന്നത് ഇനി മന്ത്രിമാരെ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുമ്പോഴാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെയാകണം എന്ന് കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? അപ്പോൾ കോൺഗ്രസിന്റെ MLA-മാരൊക്കെ വന്നിട്ട് നാളെ ഇന്നയാൾ മന്ത്രിയായാൽ കൊള്ളാം, മറ്റേ ആൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന്റെ മാത്രമായിട്ടുള്ള സ്വാധീനം എന്ന ഒരു പോർട്ട്ഫോളിയോ ഹാൻഡിലിംഗ് അല്ലേ? അപ്പോൾ അതിൽ എല്ലാവർക്കും അഭിപ്രായം പറയാം എന്ന് പറയുമോ? അപ്പോൾ ഇതൊന്നും ജനാധിപത്യപരമാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ വെറുതെ വക്രീകരിച്ച് പറയാനായിട്ട് ശ്രമിക്കേണ്ട ശ്രീ നിയാസ്, അതിന് പിന്തുണയില്ല. കാരണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ ആരുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത്തവണ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച അദ്ദേഹമാണ്. താങ്കൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സംശയമുണ്ടെങ്കിൽ ഇവിടെ മനോരമ ന്യൂസിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം പേരുകൾ പറയുന്നുണ്ട്, പ്രോബബിൾ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ്. അത് പറയുന്ന സമയത്ത് K മുരളീധരൻ അടക്കമുള്ള ആൾക്കാരുടെ പേര് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ പേരങ്ങ് മൈനസ് ചെയ്തേക്കും എന്നാണ്. താങ്കൾ എന്താ അത് കേൾക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്താ, എന്നെ പരിഗണിക്കേണ്ട മുഖ്യമന്ത്രിയായിട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ ബസ്സുകൾ പല ചാനലുകളും പേര് പറഞ്ഞു, അതിന് അദ്ദേഹമാണ് കുറ്റക്കാരൻ. അല്ല, അദ്ദേഹം പറയണ്ടേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ പേര് നിങ്ങൾ നിർദ്ദേശിക്കേണ്ട, മറ്റ് 2 ആൾക്കാരിൽ നിന്ന് ഒരാളെ എടുക്കൂ. മാത്രമല്ല നിരീക്ഷകർ എഴുതിക്കൊണ്ട് വന്നത് പ്രിഫറൻസ് 1, പ്രിഫറൻസ് 2, പ്രിഫറൻസ് 3 എന്നാണ്. അപ്പോൾ 3 പേര് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ എഴുതിക്കൊണ്ട് വന്നത്? എക്സാക്ട്ലി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവർ വന്നത് എവിടുന്ന? ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ ഇവരെ വിടുന്ന COF ചെയ്യുന്നത് ആരാണ്? KC വേണുഗോപാലാണ്. അപ്പൊ KC വേണുഗോപാൽ അവരോട് പറഞ്ഞാൽ പോരെ, ഏതെങ്കിലും MLA എന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയണം എനിക്ക് മത്സരിക്കാനായിട്ട് താല്പര്യമില്ല, അദ്ദേഹം പറഞ്ഞാൽ മതി എനിക്ക് അങ്ങനെ മുഖ്യമന്ത്രി ആകേണ്ടതില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെയുള്ള MLA-മാരെ കാണുമ്പോൾ അവർ KC-യുടെ പേര് പറയുന്ന സമയത്ത് മുകുൾ വാസ്നിക്കും മറ്റേ പുള്ളിയൊക്കെ കൂടെ പറയത്തില്ലേ, വേണ്ട KC-ക്ക് അതിന് താല്പര്യമില്ല, അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ? ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താ? ഈ സമവായം എന്ന് പറയുന്നത് ഈ 3 പേരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആദ്യം വടംവലിയിൽ നിന്ന് പിന്മാറണം അല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ ശ്രീ നിയാസ്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടായിരുന്നു.
പക്ഷേ നിലവിലുള്ള എം പിമാരെല്ലാവരും കൂടി മത്സരിക്കാനായിട്ട് വന്നാൽ ആ മുഖ്യമന്ത്രി മോഹം എന്ന് പറയുന്നത് അടുപ്പത്ത് നിന്ന് എടുത്ത് വാങ്ങി എന്ന് വെക്കാം. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നിന്നൊരു റൂൾ ഉണ്ടാക്കി, ഒരൊറ്റ എം പി മത്സരിക്കേണ്ട. അതുകൊണ്ട് അദ്ദേഹം നൈസായിട്ട് കോൺഗ്രസിന്റെ ജയിച്ചു വന്നിരിക്കുന്ന എം പിമാരെ, സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഒറ്റയടിക്ക് വെട്ടി. എന്നിട്ട് അദ്ദേഹത്തിന് എം പിമാരിലെല്ലാം വലിയ സ്വാധീനം, എം എൽ എമാരിലെല്ലാം വലിയ സ്വാധീനമുണ്ടാക്കി. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, അദ്ദേഹത്തിന്റെ നോമിനികളെ വെച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ കെ സി മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നു. അവസാനം നിവൃത്തിയില്ലാതെ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് പറയുന്നു, കെ സി നിങ്ങളുടെ ആ തീരുമാനം മാറ്റിയിട്ട് വരൂ. അപ്പോൾ അദ്ദേഹം വിനീത വിധേയനായി, അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ഈ മുൾക്കിരീടം തലയിൽ വെക്കാനായിട്ട് മുന്നോട്ട് വരും. ഇതല്ലേ നറേറ്റീവ്? ആ നറേറ്റീവ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ടല്ലേ എം പിമാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത്. ആലപ്പുഴ പോലെ കഴിഞ്ഞ തവണ റിസ്കിലായിട്ട് ജയിച്ചിരിക്കുന്ന ഒരു സീറ്റ്, അതിനെ വീണ്ടും റിസ്ക് ചെയ്തുകൊണ്ട് മത്സരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കേണ്ടുന്ന സാഹചര്യം ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ സേഫായിട്ടുള്ള സീറ്റുകൾ വേറെ ഉണ്ടായിരുന്നല്ലോ. ആ സീറ്റുകളിലുള്ള ആൾക്കാർക്ക് എന്നാൽ മത്സരിക്കാമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും അല്ല കാര്യം. ആൾക്കാരെ ഒഴിവാക്കുക. ഇപ്പൊ കെ സുധാകരൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടൂർ പ്രകാശ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നേ. കാരണം മന്ത്രിമാരായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വീണ്ടും ക്ലെയിം വരും. ചിലപ്പോൾ കെ സുധാകരൻ എം എൽ എ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡൽഹിയിൽ വിളിപ്പിക്കുന്ന ആൾക്കാരിൽ ഒന്ന് അദ്ദേഹമാകുമായിരുന്നു. ഇന്നത്തെ വിളിയല്ല ഞാൻ പറഞ്ഞത്, രമേശ് ചെന്നിത്തലയോടും സതീശനോടും ഒപ്പം വിളിക്കുന്ന ഒരു വിളി അദ്ദേഹത്തിനായിരിക്കും. കാരണം അദ്ദേഹവും പറയും എനിക്കും മുഖ്യമന്ത്രിയാകണം എന്ന് അദ്ദേഹം പറയും. അങ്ങനെ ആൾക്കാരെ വെട്ടി, ഇപ്പൊ ഹരിപ്പാട് നിന്ന് ആളെ മാറ്റാൻ പറ്റത്തില്ല, പറവൂരിൽ നിന്ന് ആളെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്നൊരാൾ സംശയിച്ചു കഴിഞ്ഞാൽ എന്ത് ന്യായം പറയും? ഒരു ന്യായവും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് BJP അതിനുവേണ്ടി കളിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് എം.എൽ.എ മാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യമായിരുന്നു ഇന്നത്തേത്. മുഖ്യമന്ത്രിയാകുമെന്ന് 86% പ്രേക്ഷകർ, ഇല്ല എന്ന് 11%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.